എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഹൈറിച്ച് എന്ന ഒരു ഓൺലൈൻ ഷോപ്പിനെ കുറിച്ചാണ്. കേരളത്തിലെ തൃശൂർ ആസ്ഥാനമായി നടത്തറയിൽ പ്രവർത്തിക്കുന്ന ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗിൽ ഒരു വ്യത്യസ്തമായ അനുഭവം തരുന്ന ഒരു ഓൺലൈൻ ഷോപ്പിയാണ് നടത്തറയിലുള്ള ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ്. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ലോകമാസകലം നിരവധി ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളുണ്ട്. വളരെ പ്രധാനപ്പെട്ട ആമസോൺ പോലുള്ള ഷോപ്പിംഗ് സൈറ്റുകൾ, അതേപോലെ അനവധി ഷോപ്പിംഗ് സൈറ്റുകളുണ്ട്. ഇന്ന് നമുക്ക് സാധനങ്ങൾ ഓൺലൈനിൽ കൂടി വാങ്ങുവാനും ഡെലിവറി സംവിധാനങ്ങളോട് കൂടിയ ഷോപ്പിംഗ് സൈറ്റുകൾ. പക്ഷേ ഹൈറിച്ചിനെ വ്യത്യസ്തമാക്കുന്നത് നമുക്ക് ഓൺലൈനിൽ കൂടി ഗ്രോസറി ഐറ്റംസ്, നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ നിത്യോപയോഗ സാധനങ്ങൾ, അരി, പച്ചക്കറികൾ, മുളക്, പാക്കറ്റ് സാധനങ്ങൾ, അതുപോലെ നിരവധി നിത്യോപയോഗ വസ്തുക്കൾ നമുക്ക് ഓർഡർ ചെയ്യുവാനും നമ്മുടെ വീട്ടിലേക്ക് മണിക്കൂറുകൾക്കുള്ളിൽ എത്തിക്കുവാനുമുള്ള ഒരു സംവിധാനമാണ് ഹൈറിച്ചിലുള്ളത്. മാത്രവുമല്ല, ഹൈറിച്ചിന്റെ ഓൺലൈൻ സൂപ്പർ മാർക്കറ്റിൽ സൈറ്റിൽ നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള വസ്തുക്കൾ നമുക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കുകയും അതിലെ വിലക്കുറവ് നമുക്ക് നോക്കി മനസ്സിലാക്കി നമുക്ക് വാങ്ങുകയും ചെയ്യാം. പൊതു മാർക്കറ്റിൽ ഒരു വസ്തുവിന് 25 രൂപ വിലയുണ്ടെങ്കിൽ ഹൈറിച്ചിൽ അത് ചിലപ്പോൾ 22 ആവാം, 20 ആവാം. നിരവധി ആനുകൂല്യങ്ങളുള്ള ഒരു ഷോപ്പിംഗ് അനുഭവം അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ ഷോപ്പിംഗ് അനുഭവം നമുക്ക് നൽകുന്ന ഒരു ഓൺലൈൻ ഷോപ്പിയാണ് ഹൈറിച്ച് എന്ന ഈ കമ്പനി നമുക്ക് സമ്മാനിക്കുന്നത്. ഹൈറിച്ച് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ നടത്തറയിൽ നിന്ന് ആരംഭിച്ച് കേരളമാകെ 34ഓളം ഔട്ട്ലെറ്റുകൾ ഇപ്പോൾ ഓൾറെഡി സ്ഥാപിതമായിരിക്കുന്ന ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. ഈ കമ്പനിയിൽ നിരവധി പ്രത്യേകതകൾ മറ്റ് കമ്പനിയിൽ നിന്നും ഉണ്ട്. എന്തൊക്കെയാണ് ഈ കമ്പനികളുടെ പ്രത്യേകത, അല്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പിംഗിന്റെ ഈ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്ന്, നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഏതൊരു ഉൽപ്പന്നത്തിന് ഒന്നെങ്കിൽ ഒരു ഇടനിലക്കാരനുണ്ടാവും, അതല്ലെങ്കിൽ 1-2 ഇടനിലക്കാരുണ്ടാവും, അതല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ഇടനിലക്കാരും ബ്രോക്കർമാരും ഉണ്ടാവും. പക്ഷേ ഇവിടെ അതൊന്നുമില്ല. മാർക്കറ്റിലേക്ക്, നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റിലേക്ക്, ഓൺലൈൻ ഷോപ്പിലേക്ക് നേരിട്ട് സാധനങ്ങൾ വരുന്നു. ഈ വരുന്ന സാധനങ്ങൾ കസ്റ്റമറായിട്ടുള്ള രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഓരോ കസ്റ്റമേഴ്സും കൃത്യമായി ഇതിന്റെ സൈറ്റിൽ പ്രവേശിക്കുന്നു, ആവശ്യമുള്ള വസ്തുക്കൾ തിരഞ്ഞെടുക്കുന്നു, നമ്മൾ വാങ്ങുകയാണ്. ഈ വാങ്ങുന്നതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിന്റെ കച്ചവട സാധ്യതകളൊക്കെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗിൽ കൂടിയാണ്. ഫ്ലിപ്കാർട്ട്, മന്ത്ര, ആമസോൺ, സ്നാപ്ഡീൽ പോലുള്ള സ്ഥാപനങ്ങൾ, ഓൺലൈൻ ഷോപ്പുകളുണ്ട്. ഇവിടെ നിന്നും നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഉപകാരവുമില്ല. പക്ഷേ ഇതിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ നമുക്കതിൽ കൂടി ബിസിനസ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയുണ്ട്. കാരണം ഈ കമ്പനിയിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ മെമ്പർമാരായി മാറുമ്പോൾ നമുക്ക് അതിൽ കൂടി ബിസിനസ് ചെയ്യാനുള്ള ഒരു അവസരവും കമ്പനി തരുന്നുണ്ട്. എല്ലാ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളെ പോലെ അല്ലെങ്കിൽ MLMകളെ പോലെ അല്ല ഹൈറിച്ച്. പകരം വളരെ വ്യത്യസ്തമാർന്ന രീതിയിലാണ് ഇതിന്റെ സംവിധാനം രൂപപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ബിസിനസിനെ കുറിച്ച് തന്നെ നോക്കാം. ഇന്ന് മാർക്കറ്റിൽ വരുന്ന വിവിധ തരം പ്രൊഡക്റ്റുകൾ, ഈ പ്രൊഡക്റ്റുകൾ ഏത് രീതിയിലാണ് വരുന്നത്, എങ്ങനെയാണ് നമ്മുടെ കൈവശം എത്തുന്നത്, അതിന്റെ ഇടയ്ക്കുള്ള ഇടനിലക്കാരായിട്ടുള്ള ആളുകൾ എങ്ങനെയെല്ലാമാണ് ഇതിൽ സമ്പത്ത് ഉണ്ടാകുന്നത് എന്നൊക്കെ നമ്മൾ നോക്കുമ്പോൾ, ഈ ഓൺലൈൻ ഷോപ്പി എന്ന് പറയുന്ന ഈ ഹൈറിച്ച് എന്ന് പറയുന്ന കമ്പനിയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും ഈ ഹൈറിച്ച് എന്ന് പറയുന്ന കമ്പനിയോടൊപ്പം നമ്മൾ നിൽക്കുകയും വേണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കൊക്കെ ഭാവിയിലേക്ക് ആവശ്യമായ സാധനങ്ങൾ നമ്മുടെ വീട്ടുമുറ്റത്ത് എത്തിച്ചു തരുന്ന ഒരു കമ്പനി, ആ കമ്പനിയുടെ ഭാഗമായി നമ്മളൊക്കെ കൂടിച്ചേരുമ്പോൾ, കേരളത്തിലുള്ള മുഴുവൻ ആളുകളും ഈ കമ്പനിയുടെ ഭാഗമായി കൂടിച്ചേരുമ്പോൾ ഈ കമ്പനി വളർന്നു വലുതാകുകയും ഇന്ത്യ മൊത്തം പടർന്നു പന്തലിക്കുകയും ചെയ്യും. മറ്റൊരു കാര്യം കൂടി പറയാം. ഹൈറിച്ച് എന്ന ഈ ഓൺലൈൻ ഷോപ്പി നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. നമുക്ക് അതിൽ ഗൂഗിളിൽ തന്നെ പോകാം, ഗൂഗിളിലേക്ക് നമുക്ക് നോക്കാം. കണ്ടില്ലേ, ഈ ഹൈറിച്ച് എന്ന ഈ ഓൺലൈൻ ഷോപ്പി കേരളത്തിൽ മാത്രമേ ഉള്ളൂ. കേരളത്തിന് പുറത്തേക്ക് ഇത് മെല്ലെ തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ കമ്പനി ഏറ്റവും കൂടുതൽ ഔട്ട്ലെറ്റുകൾ, 34ഓളം ഔട്ട്ലെറ്റുകൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചുകൊണ്ട് കേരളത്തിലെ ആളുകൾക്ക് നിത്യോപയോഗ വസ്തുക്കൾ മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ് സാധനങ്ങൾ വാങ്ങുവാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് ഹൈറിച്ചിന്റെ ഷോപ്പിംഗ് സൈറ്റിലേക്ക് ഒന്ന് കയറി നോക്കാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഹൈറിച്ചിന്റെ ഷോപ്പിംഗ് സൈറ്റാണ്. ഇവിടെ നിരവധി വസ്തുക്കളുടെ വില രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ മാർക്കറ്റ് വിലയിൽ നിന്നും നമ്മൾ തട്ടിച്ചു നോക്കുമ്പോൾ ഒരുപാട് വില വ്യത്യാസം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. മാത്രമല്ല, ഹൈറിച്ചിന്റെ ഓൺലൈൻ സൈറ്റിൽ നമ്മൾ
പിന്നെ ഓർഡർ ചെയ്ത വസ്തുക്കൾ നമുക്ക് വീട്ടിലേക്ക് ഡെലിവറി ആക്കാനുള്ള സംവിധാനവുമുണ്ട്. ഇതിപ്പോ ഗ്രാമാന്തരങ്ങളിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 34ഓളം ഔട്ട്ലെറ്റുകൾ ഓൾറെഡി സ്ഥാപിതമായി കഴിഞ്ഞു. ഇത് നമ്മളുടെ ഒരു സ്വന്തം സ്ഥാപനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലാകെ. ഇനി ഇത് കേരളത്തിൽ നിന്നും പടർന്നു പന്തലിച്ച് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് മെല്ലെ മെല്ലെ പോകും. നമുക്കതിന്റെ ഗ്രാഫ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഗ്രാഫ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതാണ് ഇതിന്റെ സ്ഥിതി. അപ്പൊ നമ്മൾ ഈ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഉൽപ്പന്ന മാർക്കറ്റിൽ എത്തുമ്പോൾ അത് വരുന്ന വഴികൾ, ഏതെല്ലാം രീതിയിലാണ് ഈ വഴികൾ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അതായത് ഓരോ ഔട്ട്ലെറ്റുകളും സ്ഥാപിക്കുന്നതിന് പിന്നിൽ ഓരോരോ ലക്ഷ്യങ്ങളുണ്ട്. അതായത് തീവ്രമായ വിതരണ ശൃംഖല, അതിതീവ്രമായ രീതിയിൽ ഏറ്റവും കൂടുതൽ നിത്യോപയോഗ വസ്തുക്കൾ വൻ പരസ്യത്തിന്റെ അകമ്പടിയോടുകൂടി അതല്ലെങ്കിൽ വലിയ മാർക്കറ്റിംഗ് സംവിധാനങ്ങളോടുകൂടി ഫീൽഡിൽ ആളുകളെ ഒക്കെ വെച്ചുകൊണ്ട് ആളുകളെ വിവിധ തന്ത്രങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഔട്ട്ലെറ്റിലേക്ക് എത്തിച്ച് തീവ്രമായി വിതരണം ചെയ്യുന്ന ഒരു വിതരണ സംവിധാനം. രണ്ടാമത്തെ സംവിധാനം എന്ന് പറയുന്നത് തിരഞ്ഞെടുത്ത വിതരണ സംവിധാനമാണ്. അതായത് തിരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ തിരഞ്ഞെടുത്ത ആളുകൾക്ക് മാത്രം വിതരണം ചെയ്യുന്ന ഒരു വിതരണക്രമം. വീണ്ടും നമ്മൾ പറഞ്ഞാൽ ഈ എക്സ്ക്ലൂസീവായിട്ട് വിതരണം ചെയ്യുന്ന ഒരു രീതി, അത്രയും അത്യാവശ്യമായി വേണ്ടപ്പെട്ട ആളുകൾക്ക് മാത്രം വിതരണം ചെയ്യുന്ന രീതി. പക്ഷേ ഈ നമ്മുടെ മാർക്കറ്റിൽ വരുന്ന ഓരോ ഉൽപ്പന്നങ്ങളും ഇതിന്റെ നിർമ്മാണത്തിന്റെ ഘട്ടത്തിൽ നിന്നും പിന്നെ വീണ്ടും ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടറുടെ അടുത്തേക്ക് വന്നു, അത് കഴിഞ്ഞ് ഹോൾസെയിലറുടെ അടുത്തേക്ക് വന്നു, അത് കഴിഞ്ഞ് റീറ്റെയിലറുടെ അടുത്തേക്ക് വന്നു, അതിന്റെ ഇടയ്ക്ക് ഏജന്റുമാരുണ്ടായി അല്ലെങ്കിൽ ബ്രോക്കർമാരുണ്ടായി. ഇങ്ങനെ നിരവധി ഘട്ടങ്ങളിൽ കൂടി കടന്നിട്ടാണ് നമ്മുടെ കയ്യിൽ ഒരു ഉൽപ്പന്നം എത്തുന്നത്. പക്ഷേ ഹൈറിച്ചിന്റെ ഓൺലൈൻ ഷോപ്പിൽ വരുന്ന ഓരോ ഉൽപ്പന്നവും കമ്പനി നേരിട്ട് പർച്ചേസ് ചെയ്ത് എടുക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. ഇതിന്റെ ഇടയ്ക്കുള്ള ഏജന്റുമാരെ നമ്മൾ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്തു, അതല്ലെങ്കിൽ ഒഴിവാക്കി. നമ്മൾ ഒരു കമ്പനിയെ, അതായത് ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള നിലവിൽ ലോകത്തുള്ള വളരെ പ്രധാനപ്പെട്ട ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കമ്പനികളിൽ നിന്നും നേരിട്ട് ശേഖരിക്കുകയും ഈ നേരിട്ട് ശേഖരിക്കുന്ന ഉൽപ്പന്നങ്ങളെ ഓരോരോ പിൻകോഡിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ഔട്ട്ലെറ്റുകളിൽ കൂടി നമ്മുടെ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഹൈറിച്ച് എന്ന് പറയുന്ന ഈ കമ്പനിയുടെ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള മെമ്പർമാരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ സ്വന്തം പിൻകോഡിന്റെ അടിസ്ഥാനത്തിൽ ആ സ്ഥലത്ത് പോയി ഔട്ട്ലെറ്റിൽ പോയി വാങ്ങുവാനുമുള്ള ഒരു സംവിധാനമാണ് കമ്പനി വളരെ ബുദ്ധിപരമായി പൊതുസമൂഹത്തിനോടുള്ള ഉത്തരവാദിത്തപൂർണമായ സമീപനത്തിന്റെ ഭാഗമായി രൂപപ്പെടുത്തിയിരിക്കുന്നതെന്ന് നമുക്ക് കാണാം. ഈ കമ്പനിയുടെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ കമ്പനിയുടെ വെബ്സൈറ്റിൽ നമ്മൾ കയറുമ്പോൾ ഏതൊരാൾക്കും വളരെ ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ഈ കമ്പനിയുടെ വെബ്സൈറ്റിൽ നമ്മൾ കയറുമ്പോൾ നമ്മുടെ പിൻകോഡാണ് ആദ്യം ചോദിക്കുക. പിൻകോഡ് എൻ്റർ ചെയ്താൽ നമുക്ക് കമ്പനിയുടെ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കാം. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റും. ഔദ്യോഗിക വെബ്സൈറ്റിൽ നമ്മൾ ചെന്നാൽ നമ്മൾ വസ്തുക്കൾ പർച്ചേസ് ചെയ്യുമ്പോൾ പർച്ചേസ് ചെയ്ത സാധനം നമുക്ക് പർച്ചേസ് ആവണമെങ്കിൽ ഈ കമ്പനിയുടെ നിലവിൽ ഓൾറെഡി മെമ്പർ ആയിരിക്കുന്ന ഒരാളുടെ ഒരു റിക്വസ്റ്റ് നമുക്ക് ആവശ്യമാണ്. അതായത് നിലവിൽ ഈ ഹൈറിച്ച് എന്ന് പറയുന്ന കമ്പനിയിലെ ഒരു മെമ്പർ, ആ മെമ്പർ നമുക്ക് ഒരു പാസ്വേഡും അക്കൗണ്ട് നമ്പറും നമുക്ക് ക്രിയേറ്റ് ചെയ്തു തരുന്നതോടുകൂടി നമ്മൾ കമ്പനിയിലെ മെമ്പറായി നമുക്ക് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നിത്യോപയോഗ വസ്തുക്കൾ എന്തു തന്നെയായാലും വാങ്ങുവാനും നമുക്ക് അത് ഉപയോഗിക്കുവാനും പറ്റും. വളരെ സുന്ദരമായിട്ടുള്ള ഒരാശയം, ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമായ ആശയം. ഇതൊരു വലിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഏതൊരാൾക്കും 800 രൂപ മുടക്കുമ്പോൾ ഒരു പ്രിവിലേജ് കസ്റ്റമറായി മാറുവാനും ആളുകളെ കൂടുതലായിട്ട് ഹൈറിച്ചിന്റെ മെമ്പർമാരാക്കി മാറ്റുവാനും സാധിക്കും. അങ്ങനെ പ്രിവിലേജ് കസ്റ്റമറായി നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്യുന്ന ആളുകൾക്ക് അവർ വാങ്ങുന്ന വസ്തുവിന്റെ അല്ലെങ്കിൽ അവർ പർച്ചേസ് ചെയ്യുന്ന സാധനത്തിന്റെ ഒരു വിഹിതം, ഒരു ഓഹരി നമുക്കും ലഭിക്കും. അങ്ങനെ ബിസിനസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഇതിനുണ്ട്. ബിസിനസ് ചെയ്യാനുള്ള ഇതിന്റെ ഓപ്ഷൻസുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അടുത്ത ഘട്ടത്തിൽ, അടുത്ത വീഡിയോയിൽ നമുക്ക് പരിശോധിക്കാം. പക്ഷേ ഇപ്പോൾ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്, ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റും. കാരണം ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വസ്തുക്കളെ പൊതുജനങ്ങളുടെ കയ്യിലേക്ക് സുരക്ഷിതമായി വിലക്കുറവിൽ എത്തിക്കാൻ തക്ക രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ഓൺലൈൻ സംവിധാനമാണ് എന്ന് നമുക്ക് വളരെ സത്യസന്ധമായും ആത്മാർത്ഥമായിട്ടും പറയാൻ പറ്റും. നിരവധി ഓൺലൈൻ കമ്പനികൾ നമ്മുടെ കൺമുമ്പിലുണ്ട്. പലതും പൊളിഞ്ഞുപോയ കമ്പനികളുണ്ട്.
പല MLM കമ്പനികളുമുണ്ട്. പക്ഷെ ഈ കമ്പനികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇതിന്റെ ഒരു ചിന്താധാര എന്ന് പറയുന്നത് അവൈലബിൾ ആയിട്ടുള്ള വസ്തുക്കൾ, ഈ വസ്തുക്കൾ പിന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബ്രാൻഡഡ് കമ്പനികളുടെ വസ്തുക്കളെ മാത്രമാണ് ഈ സ്ഥാപനം സെയിൽ ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ട്, ആമസോണിൽ നിന്ന് വ്യത്യസ്തമായി ഗ്രോസറി ഹൈറിച്ചിന്റെ ഒരു പ്രധാനപ്പെട്ട പിന്നെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നിലവിൽ ബ്രാൻഡഡ് കമ്പനികളുടെ പ്രോഡക്റ്റുകൾ. ഈ പ്രോഡക്റ്റുകൾ നമ്മൾ ഹൈറിച്ചിൽ കൂടി നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഹൈറിച്ചിലെ പ്രിവിലേജ് കസ്റ്റമറായി മാറണം ഒരാളെന്ന് ഹൈറിച്ച് ഒരിക്കലും നിർബന്ധിക്കുന്നില്ല. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് നമ്മൾ കാണുന്നത്. മറ്റ് MLM കമ്പനികളിൽ നിന്ന് ഉള്ള വ്യത്യസ്തത എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് വേറൊരു MLM കമ്പനിയിലാണെങ്കിൽ നിർബന്ധമായും നമ്മൾ 1000 രൂപയുടെ ഒരു സാധനം പർച്ചേസ് ചെയ്യണം, അതല്ലെങ്കിൽ ഒരു 5000 രൂപയുടെ സാധനം പർച്ചേസ് ചെയ്യണം. അത് അവരുടെ കമ്പനിയുടെ പ്രോഡക്റ്റ് ആയിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെ പർച്ചേസ് എന്ന നിബന്ധനയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്രിവിലേജ് കസ്റ്റമർ ആയിട്ട് മാറാം, നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം. അത് പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ വരുമാനത്തിന് വേണ്ടി ബിസിനസ് ചെയ്യാം. അതല്ലെങ്കിൽ ഒരു കുടുംബനാഥന് വേണമെങ്കിൽ ബിസിനസ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ ഒരാൾക്ക് ബിസിനസിനോട് താല്പര്യമുള്ള എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കുറെ ആളുകളുണ്ട്. ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ പക്ഷെ സാമ്പത്തികമായി അതിന് തയ്യാറല്ല, അല്ലെങ്കിൽ സാമ്പത്തികമില്ല, പിന്നെ ഫണ്ടില്ല. അങ്ങനെ വരുന്ന ഒരാൾക്ക്, സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്ക് കേവലം 800 രൂപ മുടക്കി ബിസിനസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഐഡിയ, വളരെ കൃത്യമായിട്ടുള്ള റൂട്ട്, വളരെ ക്ലിയർ ആൻഡ് ക്രിസ്റ്റൽ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കമ്പനി. ഇതാണ് നമുക്ക് ഈ കമ്പനിയെ കുറിച്ച് പിന്നെ അന്വേഷിക്കുമ്പോൾ മനസ്സിലാവുന്നത്. ഇപ്പോൾ നിലവിൽ കേരളത്തിൽ മാത്രം, ഇനി ലോകമാസകലം ഒരു വലിയ ഷോപ്പിംഗ് ശൃംഖല തന്നെ, ഒരു പുതിയ ഷോപ്പിംഗ് അനുഭവം തന്നെ സമ്മാനിച്ചുകൊണ്ട് ഹൈറിച്ച് പടർന്ന് പന്തലിച്ചു പോവുകയാണെങ്കിൽ ഇതിൽ ഇപ്പോൾ മെമ്പർമാരാവുന്ന ആളുകൾ, പ്രിവിലേജ് കസ്റ്റമേഴ്സിനൊക്കെ വലിയ വലിയ ജീവിത സൗഭാഗ്യങ്ങൾ പിന്നെ കൈവരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഇപ്പോൾ നമ്മൾ ഇതിന്റെ ഗ്രാഫ് നമ്മൾ നേരത്തെ കണ്ടു, കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നമ്മൾ കണ്ടിരുന്നല്ലോ. ഇതിന്റെ ഗ്രാഫ് ഇപ്പോൾ കേരളത്തിൽ നിന്നും വളരെ കുറഞ്ഞ് മെല്ലെ മെല്ലെ സ്പ്രെഡായി തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മാർക്കറ്റിൽ വരുന്ന നിരവധി ഉൽപ്പന്നങ്ങൾക്ക് ചെലവാക്കുന്ന ഭാരിച്ച പരസ്യത്തിന് വേണ്ടിയുള്ള ചെലവ് കസ്റ്റമർ കയ്യിൽ നിന്നാണ് വാങ്ങുന്നത്. ഇതിന്റെ ഇടത്തട്ടുകാരായിട്ടുള്ള മാർക്കറ്റിംഗിന്റെ ഇടത്തട്ടിലുള്ള ആളുകൾ, അതായത് ഹോൾസെയിലേഴ്സ്, ഡീലേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ബ്രോക്കർമാർ, ആളുകൾക്കൊക്കെ കൊടുക്കുന്ന കമ്മീഷൻ, ഈ കമ്മീഷൻ ഈ സ്ഥാപനത്തിൽ അംഗമാകുന്ന ഓരോ മെമ്പർമാർക്കും വിതരണം ചെയ്തു കൊടുക്കുന്ന ഒരു താരിഫാണ് കമ്പനി രൂപാന്തരപ്പെടുത്തിയിട്ടുള്ളത്. 5 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിതമായിട്ടുള്ള ഈ കമ്പനി തൃശ്ശൂരിലെ നടത്തറയിൽ സ്ഥാപിതമായിട്ടുള്ള ഈ കമ്പനി ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആയിരക്കണക്കിന് ആളുകൾ ദിവസേന ഈ കമ്പനിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ മാർക്കറ്റിംഗും ഇതിന്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗും ഇതിന്റെ എക്സിക്യൂട്ടീവ്സും ഒക്കെ ഇതിന്റെ പ്രിവിലേജ് കസ്റ്റമറായിട്ട് മാറിയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ പരസ്പരം ഒരു സഹകരണ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സാധാരണ ഈ MLM കമ്പനികൾക്കൊക്കെ വരുന്ന ഒരു വലിയ ഫാൾട്ട് അല്ലെങ്കിൽ ഒരു കുഴപ്പമെന്ന് പറയുന്നത് മുകളിൽ നിന്നും താഴേക്ക് പിരമിഡിന്റെ രീതിയിൽ 1, 2, 2, 4 ലെഫ്റ്റും റൈറ്റുമായിട്ട് ആളുകൾ കൂടുതൽ വരുന്ന സമയത്ത് ഏറ്റവും അടിത്തട്ടുള്ള ആളുകൾ കബളിക്കപ്പെടുകയാണ് ചെയ്യുക. ഏറ്റവും അടിഭാഗത്തേക്ക് വരുമ്പോൾ പണം മുടക്കിയ ആളുകൾക്ക് ലാഭവും കിട്ടില്ല, മുതലും കിട്ടില്ല, ഒന്നും കിട്ടാതെ കബളിക്കപ്പെടുമ്പോൾ ഹൈറിച്ച് എന്ന് പറയുന്ന സ്ഥാപനം ഒരിക്കലും പ്രിവിലേജ് കസ്റ്റമേഴ്സിന് പിന്നെ ഒരു വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്രിവിലേജ് കസ്റ്റമർ ആവാം, അല്ലെങ്കിൽ 800 രൂപ മുടക്കി നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾ ഒരു സാധാരണ മെമ്പറായി, ഒരു പ്രിവിലേജ് കസ്റ്റമർ, ഒരു മെമ്പറുടെ റിക്വസ്റ്റോട് കൂടി നിങ്ങൾക്ക് ഒരു ഐഡിയും പാസ്വേഡും നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സാധാരണ മെമ്പറായി നിങ്ങൾക്ക് ഇതിൽ നിന്നും സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. സാധാരണക്കാരൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു വസ്തുവിന് മുകളിലുള്ള അനധികൃതമായിട്ട് നമ്മൾ കൊടുക്കുന്ന, അതല്ലെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ലാഭം ഇടയ്ക്കുള്ള ആളുകൾ കൈവശപ്പെടുത്തി പോകുന്ന, അല്ലെങ്കിൽ അവർ ക്യാച്ച് ചെയ്തു പോകുന്ന ആ മണി, ആ പണം, ഉൽപ്പന്നത്തിന്റെ ആ വിൽപ്പനയിൽ കൂടി അധികരിച്ചു വരുന്ന ആ പണത്തിന്റെ മൂല്യം സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു ബിസിനസ് രീതിയാണ്. അതല്ലെങ്കിൽ ഇപ്പോൾ ഇത്രയും പെട്ടെന്ന് തന്നെ 34ഓളം ഔട്ട്ലെറ്റുകൾ, ആ ഔട്ട്ലെറ്റുകളിൽ ഏത് സാധനങ്ങൾ വേണമെങ്കിലും നമുക്ക് ഓർഡർ ചെയ്യാം. നമ്മൾ ഹൈറിച്ചിന്റെ വെബ്സൈറ്റിൽ കയറി നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ കണ്ടു, ഏത് സാധനങ്ങൾ വേണമെങ്കിലും നമുക്ക് ഓർഡർ ചെയ്യാം. ഓർഡർ ചെയ്യുന്ന സാധനം നമ്മുടെ വീട്ടിലെത്തും. ഇപ്പൊ നമ്മൾ നഗരത്തിൽ പോയി നമ്മൾ ഒരു സാധനം പർച്ചേസ് ചെയ്തു, ഒരു സൂപ്പർ മാളിൽ നമ്മൾ കയറി. സൂപ്പർ മാളിൽ നമ്മൾ കയറുന്ന സമയത്ത്
ഒരു വലിയ മാളിൽ നമ്മൾ കയറുന്ന സമയത്ത് ഗ്രോസറി വാങ്ങാൻ വേണ്ടി നമ്മൾ ചെന്നാൽ അവിടെ ചെല്ലുമ്പോൾ വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആയിരിക്കും അവിടെ നമ്മൾ കാണുക. നമ്മൾ അവിടെ കയറി വളരെ തന്ത്രപരമായ അവരുടെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ കയറി ചെല്ലുന്ന സ്ഥലങ്ങളിൽ അവിടെ നല്ല കളർഫുൾ ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും. നല്ല ഓറഞ്ച് അതുപോലത്തെ സാധനങ്ങൾ, മനസ്സിന് കുളിർമയുള്ള സാധനങ്ങൾ അവിടെ വെച്ചിട്ടുണ്ടാവും. അതിന് തൊട്ടുപുറകിൽ നമ്മുടെ കണ്ണ് നേരെ പതിക്കുന്ന ഭാഗങ്ങളിൽ നമ്മുടെ ഐ ടു ഐ കോണ്ടാക്ട് വരുന്ന രീതിയിൽ, അതായത് നേരെ നമ്മുടെ മുമ്പിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ കണ്ണിൽ പതിഞ്ഞാൽ പെട്ടെന്ന് ആകർഷണം വരുന്ന സാധനങ്ങൾ, നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങളായിരിക്കും അവിടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ തന്ത്രപരമായ ബിസിനസ് ടെക്നിക്കുകളിൽ കൂടി നമ്മളെ ട്രാപ്പിലാക്കി വിവിധ തരം സാധനങ്ങൾ, ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള സാധനങ്ങൾ നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്ന ഒരു സംവിധാനം മാളുകളിൽ സ്വാഭാവികമായി നടക്കുന്നുണ്ട്. എല്ലാ മാളുകളിലും എന്തെങ്കിലും ഒരു ഓഫർ ഉണ്ടാവും, ഒരു വലിയ ഓഫർ. അവിടെ ഒരു നാടകം നടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു സമ്മാന പദ്ധതി ഉണ്ടാവും, അല്ലെങ്കിൽ സംഗീതം ഉണ്ടാവും. ഇതൊക്കെ നമ്മളെ പിന്നെ കസ്റ്റമൈസ് ആയിട്ടുള്ള ആളുകളെ ട്രാപ്പിലാക്കാനുള്ള വിവിധ തന്ത്രങ്ങൾ അവർ രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ അതൊന്നുമില്ല. നമ്മുടെ മൊബൈലിൽ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ ഹൈറിച്ചിന്റെ പാസ്വേഡ് എൻ്റർ ചെയ്യുന്നു. നമ്മൾ ഹൈറിച്ചിന്റെ സൈറ്റിലേക്ക് പിൻകോഡ് അടിച്ച് നമ്മൾ പ്രവേശിക്കുന്നു. സൈറ്റിൽ ആവശ്യമുള്ള സാധനം പച്ചക്കറി, മല്ലി, മുളക്, ഉപ്പ്, പിന്നെ തുടങ്ങിയ അരി, പഞ്ചസാര, ഗോതമ്പ് പൊടി തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ ഹൈറിച്ചിൽ നിന്ന് നേരിട്ട് പർച്ചേസ് ചെയ്യുന്നു. ഇത് നമ്മളെ വീട്ടിലെത്തുന്നു. നമ്മളൊരു പ്രിവിലേജ് കസ്റ്റമർ ആണെങ്കിൽ ആ വീട്ടിലേക്ക് എത്തുന്ന സാധനത്തിന്റെ ലാഭത്തിന്റെ ഒരു വിഹിതം നമുക്ക് റിട്ടേൺ ആയിട്ട് ലഭിക്കുന്നു, തിരിച്ചു കിട്ടുന്നു. എത്ര കമ്പനികളുണ്ട്. നമ്മൾ എന്തോ ഒരു സാധനം ഡെയിലി വാങ്ങുന്നു. നമ്മളെ വീട്ടിലേക്ക് ഒരു 300 രൂപയുടെ സാധനം ഡെയിലി വാങ്ങുന്നു. ഒരു മാസം നമ്മൾ വാങ്ങുകയാണെങ്കിൽ 9,000 രൂപ. ഈ 9,000 രൂപയുടെ ബിസിനസ് നടന്നപ്പോൾ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ലാഭത്തിന്റെ ഒരു വിഹിതം തിരിച്ചു നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്ര സ്ഥാപനങ്ങൾ നമുക്ക് തരുന്നുണ്ട്? നമുക്ക് ആരും തരുന്നില്ല. പക്ഷേ ഹൈറിച്ച് ഇതും നമുക്ക് തരുന്നു. നമുക്ക് തിരിച്ചു റിട്ടേൺ, നമുക്ക് പണം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരികയാണ്. നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഒരു പ്രിവിലേജ് കസ്റ്റമർ ആണെങ്കിൽ. ഒരു സാധാരണക്കാരനാണെങ്കിൽ പ്രിവിലേജ് കസ്റ്റമർ അല്ല, ഒരു സാധാരണ ഒരു കസ്റ്റമർ മാത്രം ജസ്റ്റ് പാസ്വേഡും ഐ ഡി കൊടുത്ത് എൻ്റർ ചെയ്ത ഒരു സാധാരണ കസ്റ്റമർ ആണെങ്കിൽ മാർക്കറ്റിനേക്കാൾ വിലക്കുറവിൽ വസ്തുക്കൾ നമുക്ക് ലഭിക്കുന്നു. ഒരു വലിയ കാര്യം തന്നെയാണ്. ഇത്ര നേരം നമ്മൾ പറഞ്ഞ സംഗതി ഒരു വലിയ കാര്യം തന്നെയാണ്. കാരണം ഇങ്ങനെ ഒരു കാര്യം, കാരണം ഇവിടെയുള്ള ബിസിനസ്സുകൾ, ഇവിടെയുള്ള എല്ലാവിധ മാർക്കറ്റുകളും സൂപ്പർ മാർക്കറ്റുകളും വലിയ വലിയ ബിസിനസ് സംവിധാനങ്ങളും സംരംഭങ്ങളൊക്കെ ഇവിടുത്തെ കോടീശ്വരന്മാരുടെ കയ്യിലുള്ളപ്പോൾ ജനകീയ പങ്കാളിത്തത്തോടുകൂടി ജനങ്ങൾക്ക് വേണ്ടി നടുത്തറയിൽ നിന്നും ആരംഭിച്ച് ഇന്ത്യ മുഴുവൻ വ്യാപിക്കാൻ വേണ്ടി പോകുന്ന ഒരു മഹത്തായ ഒരു ഓൺലൈൻ ഷോപ്പിയായ ഹൈറിച്ചിനെ കുറിച്ചാണ് ഞാൻ ഇത്ര നേരം സംസാരിച്ചത്. ഞാൻ ഒരു MLM മാർക്കറ്റിംഗ് കമ്പനികളെയും ഒരിക്കലും ന്യായീകരിക്കുന്ന ആളല്ല. പക്ഷെ ഇതിന്റെ പിന്നിൽ ഇത് കൃത്യമായി മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഞാൻ പറയാം, കേരളത്തിലുള്ള ആളുകൾ, ഇതിന്റെ പ്രിവിലേജ് മെമ്പർമാരൊക്കെ ഇതിന്റെ പരസ്യ പ്രചാരകരും ഇതിന്റെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവുകളുമായി മാറുകയാണെങ്കിൽ കേരളത്തിലുള്ള ആളുകളിൽ ഒരു 50% ആളുകളെങ്കിലും ഫ്രീ ആയിട്ട് ഹൈറിച്ച് എന്ന് പറയുന്ന സൈറ്റിൽ നിന്നും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു വൻ വിജയമാവും. മാത്രവുമല്ല, ഇതിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഉയർന്ന വരുമാനം ലഭിക്കുകയും ചെയ്യാം. നിങ്ങൾക്കുമാകാം കോടീശ്വരൻ എന്ന് നമ്മൾ സുരേഷ് ഗോപി പറയുന്നത് പോലെ ഞാനും പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സുണ്ടോ? നിങ്ങൾ തയ്യാറുണ്ടോ? നിങ്ങൾ കഴിവുള്ള ആളാണോ? നിങ്ങൾക്കുമാകാം കോടീശ്വരൻ. നമുക്ക് വീണ്ടും ഹൈറിച്ചിന്റെ ബിസിനസ് പ്ലാനുകളുമായിട്ടുള്ള മറ്റൊരു ബ്ലോഗുമായി കാണാം. നമസ്കാരം.